അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഫൈനൽ പോരാട്ടത്തിൽ പ്രസിഡന്റ് ജോ ബൈഡനും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഏറ്റുമുട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായി. സൂപ്പർ ട്യൂസ്ഡേയിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ വിജയിച്ച ജോ ബൈഡനും ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ എതിരാളി നിക്കി ഹേലി പുറത്താകുമെന്നറിയുന്നു. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരും. പിന്നീട് പി ജെയിംസും നമുക്കൊപ്പം വിദേശ വാർത്തകളുമായി ചേരും. ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക്. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കരൻ. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. അപ്പോൾ എന്താണ് കൂടുതൽ വിവരങ്ങൾ? നമ്മൾ ഉദ്ദേശിച്ച ലെവലിലല്ലല്ലോ കാര്യങ്ങൾ അവിടെ പോകുന്നത് മധു കൊട്ടാരക്കര. ഗുഡ് മോർണിംഗ് എസ് കെ. ഗുഡ് മോർണിംഗ് ജെയിംസ് സാർ. ഈ കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കപ്പെട്ടുവെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരു അംഗത്തിനായി കച്ചമുറുക്കി ഇറങ്ങുകയാണ്. വഴിമുടക്കിയ അദ്ദേഹത്തിന് നിരവധി ക്രിമിനൽ സിവിൽ കേസുകളൊക്കെ വന്നെങ്കിലും അതൊക്കെ ഒന്നൊന്നായി ക്ലിയർ ചെയ്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപ് മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ അമേരിക്ക കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 15 സംസ്ഥാനങ്ങളിൽ, അതിൽ 13 സംസ്ഥാനങ്ങളുടെ ഈ പ്രൈമറി ഇലക്ഷന്റെ ഫലം വന്നു തുടങ്ങിയപ്പോൾ വെർമണ്ട് ഒഴിച്ച് എല്ലായിടത്തും ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്റെ എതിരാളി ഇന്ത്യൻ വംശജയായ നിക്കി ഹേലിയേക്കാൾ ഏറെ മുന്നിലാണ്. മാർച്ച് പകുതിയോടെ മാത്രമേ ഈ ട്രംപിന്റെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ട ഒരു 1215 വോട്ട് ലഭിക്കുകയുള്ളൂ. എന്നാൽ തന്നെയും ഇന്ന് 815 ഡെലിഗേറ്റുകളിൽ നിന്നുള്ള ലഭിച്ച ഈ വോട്ട് ശതമാനത്തിനനുസരിച്ച് ട്രംപിനും എതിരാളി നിക്കി ഹേലിക്കും ലഭിക്കുന്ന അന്തിമ പിന്തുണ തീരുമാനിച്ചു കഴിയുമ്പോൾ ഇതുവരെ നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം 721ഓളം ഡെലിഗേറ്റുകളുടെ പിന്തുണ ട്രംപ് ഉറപ്പാക്കി കഴിഞ്ഞു. നിക്കി ഹേലിക്ക് 46 പേരുടെ പിന്തുണയാണ് ഉറപ്പിക്കുവാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം 1000 ഡെലിഗേറ്റുകളുടെ എങ്കിലും പിന്തുണ ഇന്ന് രാത്രി കൊണ്ട് ഉറപ്പാക്കുവാനാണ് ഡൊണാൾഡ് ട്രംപ് ക്യാമ്പ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. എസ് കെ, വെർജീനിയ, നോർത്ത് കരോളിന, ടെനസി, ടെക്സാസ് തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം ട്രംപ് തന്റെ മേധാവിത്വം തുടരുകയാണ്. ട്രംപിന്റെ ഈ വെസ്റ്റ് പാം ബീച്ച്, ഫ്ലോറിഡയിലെ മഴ-ലഗോയില് നൂറുകണക്കിന് അനുയായികളോടൊപ്പമാണ് ട്രംപ് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ് കെ, ഈ സ്ഥാനാർത്ഥികൾ വീണ്ടും ഒരേ സ്ഥാനാർത്ഥികൾ മത്സരിക്കുവാനായിട്ട് അമേരിക്കയുടെ ചരിത്രത്തിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ് കെ, താങ്ക് യു മധു കൊട്ടാരക്കര.